നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ITയിൽ പഠിക്കുന്ന 1 ഇയർ ട്രെയിനികൾക്കും 2 ഇയർ ട്രെയിനികൾക്കും ആദ്യ വർഷത്തിൽ പൊതുവായി പഠിക്കാനുള്ള സിമ്പിൾ മെഷീൻ എന്ന ചാപ്റ്ററിലെ ഏതാനും ഭാഗങ്ങളാണ് ഈ ലഘു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി എന്താണ് ഒരു മെഷീൻ അഥവാ യന്ത്രം? മനുഷ്യപ്രയത്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് യന്ത്രങ്ങൾ. കുറേ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലി യന്ത്രസഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും ഉപയോഗവും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാണ്. എങ്ങനെയാണ് ഒരു മെഷീനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. A machine is a tool containing one or more parts that uses energy to perform a work. അതായത് ഒരു ജോലി ചെയ്യുന്നതിനു വേണ്ടി എനർജി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെഷീൻസ്. They are mainly run by mechanical, chemical, thermal and electrical energy. അവ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യാന്ത്രികോർജം, രാസോർജം, താപോർജം, വൈദ്യുതോർജം ഇവയിൽ ഏതെങ്കിലും ഒരു ഊർജ്ജരൂപം ഉപയോഗിക്കേണ്ടതായി ആവശ്യമുണ്ട്. മെഷീനുകളിൽ തന്നെ സിമ്പിൾ മെഷീൻസ് അഥവാ ലഘു യന്ത്രങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കാതെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീൻസ്. സിമ്പിൾ മെഷീൻ ഈസ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. അവയുടെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ അവയുടെ വർക്കിംഗ് മെക്കാനിസവും സിമ്പിളായിരിക്കും. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കത്രിക, കപ്പി എല്ലാം ചില സിമ്പിൾ മെഷീനുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായി നമുക്ക് ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. അതായത് സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ലോഡ് ഓർ വെയ്റ്റ്, സെക്കൻഡ് വൺ എഫേർട്ട് ഓർ പവർ, തേർഡ് വൺ ഫൾക്രം, ഫോർത്ത് വൺ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓർ MA, fifth one velocity ratio that is VR, and the last one efficiency. ഈ ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി ലോഡ് ഓർ വെയ്റ്റ്. The force overcome by the effort is called load or weight. It is denoted by the letter W. അതായത് നമ്മൾ ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ആ എഫേർട്ട് ഉപയോഗിച്ച് നമുക്ക് ഓവർകം ചെയ്യേണ്ട ഫോഴ്സിനെയാണ് ലോഡ് ഓർ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സാധാരണയായി W എന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതായി എഫേർട്ട് ഓർ പവർ. ദ ഫോഴ്സ് അപ്ലൈഡ് ടു ലിഫ്റ്റ് ദ ലോഡ് ഈസ് കോൾഡ് എഫേർട്ട് ഓർ പവർ. അതായത് ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എഫേർട്ട് ഓർ പവർ എന്ന് പറയുന്നത്. ഇതിനെ P എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ടേമാണ് ഫൾക്രം. ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ മെഷീൻ എറൗണ്ട് വിച്ച് ദ മെഷീൻ റൊട്ടേറ്റ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ F. അതായത് ഫൾക്രം എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്. ആ ഫിക്സഡ് പോയിൻറ്റിനെ ആധാരമാക്കി ആയിരിക്കും ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫിക്സഡ് പോയിൻറ്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് F എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. നമ്മൾ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ MA എന്നാണ് പറയുന്നത്. The ratio of the load to the effort is called the mechanical advantage of the machine. അതായത് നമ്മൾ പഠിച്ചു ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്നും നമുക്കതിൽ നിന്നും ലഭിക്കുന്നതിനെ ലോഡ് എന്നും പറയുന്നു. ആ ലോഡും എഫേർട്ടും തമ്മിലുള്ള റേഷ്യോവിനെയാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓർ MA എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ. അതായത് ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല, ജസ്റ്റ് ഒരു നമ്പറാണിത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. ദാറ്റ് ഈസ് MA ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ P. അടുത്തത് വെലോസിറ്റി റേഷ്യോ ഓർ VR. It is the ratio between the distance moved by the effort to the distance moved by the load. അതായത് എഫേർട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും ലോഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും, അങ്ങനെ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ ഓർ VR. ഇതും ഒരു റേഷ്യോ ആയതുകൊണ്ട് ഇതിനും യൂണിറ്റ് ഇല്ല.
That is, velocity ratio is equal to distance moved by the effort divided by distance moved by load. ഇനി നമുക്ക് ലാസ്റ്റ് ടേമായ എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത. അതായത് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ദ ഇൻപുട്ട് ഓഫ് മെഷീൻ ഈസ് നോൺ ആസ് എഫിഷ്യൻസി. അതായത് ഒരു മെഷീനിലോട്ട് നമ്മൾ കൊടുക്കുന്നതിനെ ഇൻപുട്ട് എന്നും നമുക്ക് ലഭിക്കുന്ന ഫലത്തെ ഔട്ട്പുട്ട് എന്നും പറയുന്നു. ആ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്, അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. In simple machines, the ratio of mechanical advantage to the velocity ratio is also known as efficiency of machine. അതായത് സിമ്പിൾ മെഷീനുകളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും തമ്മിലുള്ള റേഷ്യോയിനെ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാറുണ്ട്. എഫിഷ്യൻസിനെ നമ്മൾ സാധാരണയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജിലാണ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ VR ഇൻറ്റു 100. 100 കൊണ്ട് ഗുണിക്കുന്നത് നമ്മൾ എഫിഷ്യൻസിനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് ഐഡിയൽ മെഷീൻ എന്താണെന്ന് നോക്കാം. എ മെഷീൻ ഇൻ വിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി വിൽ ബി 100%. അതായത് ഒരു മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും സെയിം ആണെങ്കിൽ അത്തരം മെഷീനുകളെ നമുക്ക് ഐഡിയൽ മെഷീൻ എന്ന് വിളിക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും സെയിം ആയാൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 100 എന്ന് കിട്ടും. കാരണം നമുക്കറിയാം എഫിഷ്യൻസി ഈക്വൽ ടു MA ബൈ VR ഇൻറ്റു 100. MAയും VRും സെയിം ആവുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 100 എന്നാണ് ആൻസർ വരുന്നത്. ഇങ്ങനെ 100% എഫിഷ്യൻസി ഉള്ള മെഷീൻ എന്ന് പറയുന്നത് നോട്ട് പ്രാക്ടിക്കൽ. കാരണം ഫ്രിക്ഷൻ അഥവാ ഘർഷണ മുഖാന്തരവും മറ്റും ഏതൊരു മെഷീനിലാണെങ്കിലും കുറച്ച് എനർജി ലോസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 100% എഫിഷ്യൻസി ഉള്ള ഒരു മെഷീന് നമുക്ക് പ്രാക്ടിക്കലായി ലഭ്യമല്ല. ഇനി നമുക്ക് സിമ്പിൾ മെഷീനുകൾക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. ആദ്യമായി ലിവേഴ്സ് അഥവാ ഉത്തോലകങ്ങൾ. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും മറ്റും കേട്ടിട്ടുണ്ടാവും ലിവേഴ്സ് അഥവാ ഉത്തോലകങ്ങൾ എന്ന്. അതായത് ഫൾക്രം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയുന്ന ഒരു ദൃഢദണ്ഡാണ് ലിവേഴ്സ്. അതിലുള്ള ഫിക്സഡ് പോയിൻറ്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയുന്നത്. ആ ദണ്ടിൻ്റെ ഒരറ്റത്ത് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു, വേറെ അറ്റത്താണ് ലോഡ്. അതുകൊണ്ട് തന്നെ ലിവേഴ്സിൽ എഫേർട്ട് ഉണ്ടായിരിക്കും, ലോഡ് ഉണ്ടായിരിക്കും, ഫൾക്രം ഉണ്ടായിരിക്കും. ഈ മൂന്നെണ്ണത്തിൻ്റെയും സ്ഥാനം അനുസരിച്ച് തന്നെ ലിവേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലിവർ അഥവാ ഒന്നാം വർഗ ഉത്തോലകം, സെക്കൻഡ് ഓർഡർ ലിവർ അഥവാ രണ്ടാം വർഗ ഉത്തോലകം, തേർഡ് ഓർഡർ ലിവർ അഥവാ മൂന്നാം വർഗ ഉത്തോലകം എന്നിവയാണ് ലിവേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തൊരു എക്സാമ്പിളാണ് സ്ക്രൂ ജാക്ക്. അതായത് നമ്മൾ ബസ്സിലെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് ടയർ പഞ്ചറായി എന്ന് വിചാരിക്കുക. അപ്പോൾ ടയർ മാറ്റിയിടേണ്ട ആവശ്യം വരുമ്പോൾ അത്രയും ലോഡുള്ള ആ ബസ്സിനെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മളൊരു സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ടാവും. ആ സിമ്പിൾ മെഷീനാണ് സ്ക്രൂ ജാക്ക് അഥവാ ജാക്കി എന്ന് പറയും. അതായത് വളരെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈ ആയിട്ടുള്ള ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനാണ് സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുന്നത്. അടുത്തൊരു സിമ്പിൾ മെഷീനാണ് വീൽ ആൻഡ് ആക്സൽ. അതായത് ആക്സിലിനെക്കാട്ടിലും ഡയാമീറ്റർ കൂടിയ പാർട്ടാണ് വീൽ എന്ന് പറയുന്നത്. ആ വീലിൽ നമ്മൾ ഒരു മോഡറേറ്റ് എഫേർട്ട് കൊടുക്കുമ്പോൾ ആക്സിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോഡ് വളരെ എളുപ്പത്തിൽ ലിഫ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ബൈസൈക്കിളിലെല്ലാം വീൽ ആൻഡ് ആക്സിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അടുത്തതായി നമ്മൾ നിത്യേന കാണുന്ന ഒരു സിമ്പിൾ മെഷീനാണ് പുള്ളി അഥവാ കപ്പി എന്ന് പറയും. കിണറിൽ നിന്നും വെള്ളം കോരാനെല്ലാം നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് പുള്ളികളാണ്. കുറഞ്ഞ ഒരു എഫേർട്ടിലൂടെ തന്നെ നമുക്ക് വലിയൊരു വെയ്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പുള്ളി ഉപയോഗിച്ചാൽ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു സിമ്പിൾ മെഷീനാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ ചരിവ് പ്രതലം. നമ്മൾ ലോറിയിലെല്ലാം തടി കയറ്റുന്നത് കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് തടി ലോറിയിലോട്ട് ഡയറക്റ്റ് എടുത്ത് വെക്കുകയാണോ? അല്ല, ലോറിയിൽ നിന്നും നിലത്തോട്ട് അല്ലെങ്കിൽ ഭൂമിയിലോട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ചെരിവ് പ്രതലം വെച്ചുകൊണ്ട് ആ പ്രതലത്തിലൂടെ ഉരുട്ടിക്കൊണ്ടാണ് തടി കഷ്ണങ്ങൾ ലോറിയിലോട്ട് കയറ്റുന്നത്. അങ്ങനെ വളരെ സിമ്പിളായി നമുക്ക് അത്രയും വലിയ ലോഡിനെ ലിഫ്റ്റ് ചെയ്യുവാൻ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ സാധിക്കും.
അപ്പോൾ നമ്മൾ പഠിച്ചത് സിമ്പിൾ മെഷീനുകൾക്ക് ചില എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് ഈ സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസോടുകൂടി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ പ്രോബ്ലം നോട്ട് ചെയ്യാം. ഞാൻ വായിക്കാം. പ്രോബ്ലം നമ്പർ 1. Calculate mechanical advantage, velocity ratio and efficiency if a machine mass of 120 kg is lifted to a height of 5 meter by a force of 60 kg moving 15 meter. ഈ ചോദ്യത്തിൽ നമുക്ക് എന്തെല്ലാമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം, വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം, അതുപോലെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. തന്നിരിക്കുന്നത് ലോഡ് 120 കിലോഗ്രാം ഉണ്ട്. ലോഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 5 മീറ്റർ. എഫേർട്ട് എന്ന് പറയുന്നത് 60 കിലോഗ്രാം ആണ്. എഫേർട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 15 മീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനുള്ള ഇക്വേഷൻ എഴുതാം. ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. ദെൻ വെലോസിറ്റി റേഷ്യോ നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. Then efficiency is equal to MA divided by VR into 100. ഇത് 3 നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ഈ പ്രോബ്ലത്തിൽ. ഇനി നമുക്ക് എന്തെല്ലാമാണ് ഇതിൽ തന്നിരിക്കുന്നതെന്ന് എഴുതാം. ആദ്യമായി തന്നിട്ടുണ്ട് ലോഡ് ഈസ് ഈക്വൽ ടു 120 കിലോഗ്രാം, എഫേർട്ട് ഈസ് ഈക്വൽ ടു 60 കിലോഗ്രാം, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു 15 മീറ്റർ. ആദ്യം നമുക്ക് എം എ കണ്ടുപിടിക്കാം. എം എ എന്താണെന്ന് നമ്മൾ എഴുതി. ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. ഇവിടെ ലോഡ് എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ എഫേർട്ട് 60. അപ്പോൾ നമുക്ക് കിട്ടും 2 എന്നുള്ള ആൻസർ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല. ആൻസർ എന്ന് പറയുന്നത് ഓൺലി 2. ദെൻ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. അതായത് 15 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെയും എന്താണ് നമ്മൾ പറഞ്ഞത്? വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്, യൂണിറ്റ് ഇല്ല, ഓൺലി എ നമ്പർ. ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫിഷ്യൻസി. എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി. എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ 2/3 ഇൻറ്റു 100. പേഴ്സൻറ്റേജിക്ക് മാറ്റാനാണ് നമ്മൾ ഇൻറ്റു 100 എന്ന് ചെയ്യുന്നത്. നമുക്കപ്പോൾ ആൻസർ കിട്ടും 66.66% എന്ന് കിട്ടും. ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം കൂടെ ചെയ്യാം. നോട്ട് ചെയ്തോളൂ. കാൽക്കുലേറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് if a load of 400 kg is lifted by a machine having an efficiency of 72%, if velocity ratio is 6. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? കാൽക്കുലേറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? എഫേർട്ട്. അപ്പോൾ എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്തെല്ലാമാണ്? ലോഡ് എന്ന് പറയുന്നത് 400 കിലോഗ്രാം ആണ്. അതുപോലെ മെഷീൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 72% എന്നും തന്നിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോയും തന്നിട്ടുണ്ട് 6. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് എഫേർട്ട് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിൽ ലോഡ് അറിയാം, എം എ അറിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എം എ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് എഫേർട്ട് കണ്ടുപിടിക്കാൻ. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഫേർട്ട് ഈക്വൽ ടു എന്ത് വരും? ലോഡിനെ ഈക്വൽ ടുവിൻ്റെ വേറെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എഫേർട്ട് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ എം എ എന്ന് വരും. തന്നിരിക്കുന്നത് ലോഡ് സമം 400 കിലോഗ്രാം, വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു 6, അതുപോലെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 72%. നമുക്കറിയാം എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? MA/VR. ഈ ഇക്വേഷനിൽ അറിയാവുന്നത് കൊടുക്കുക. ഏതാണ് അറിയാവുന്നത്? എഫിഷ്യൻസി അറിയാം 72%. സോ 72/100. കാരണം എന്താണ്? പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. സോ 72/100 ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ VR. VR എന്ന് വെച്ചാൽ 6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് MA എങ്ങനെ കണ്ടുപിടിക്കും? ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതിനെ ഈക്വൽ ടുവിൻ്റെ വേറെ സൈഡിലോട്ട് കൊണ്ടുപോവുക.
അപ്പോൾ നമുക്ക് കിട്ടും m is equal to 72 into 6 divided by 100 ചെയ്യുമ്പോൾ നമുക്ക് 4.32 എന്ന് കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. സോ ഇതിന് യൂണിറ്റ് ഇല്ല. ആൻസർ എന്ന് പറയുന്നത് 4.32 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ആൻസർ ആയോ? ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. സോ എഫേർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? എഫേർട്ട് ഈക്വൽ ടു ലോഡ് ബൈ MA ആണെന്നറിയാം. ലോഡ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 400. MA എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4.32. സോ എഫേർട്ട് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 4.32 എന്ന് വെച്ചാൽ 92.59 കിലോഗ്രാം എന്ന് വരും. കാരണം എഫേർട്ടിന് യൂണിറ്റ് ഉണ്ട് കിലോഗ്രാം. സോ ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഈ വീഡിയോയിൽ എന്തെല്ലാമാണ് പഠിച്ചത്? ആദ്യമായി എന്താണ് ഒരു സിമ്പിൾ മെഷീൻ എന്ന് പഠിച്ചു. അതായത് മനുഷ്യപ്രയത്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീൻസ്. ഇലക്ട്രിക്കൽ എനർജി ഒന്നും തന്നെ ഉപയോഗിക്കാതെ കൈകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് എന്ത്? സിമ്പിൾ മെഷീൻസ്. അതുപോലെ എന്ത് പഠിച്ചു? ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ. സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പഠിച്ചു. ഏതെല്ലാമാണെന്നൊന്ന് പറയാം. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പഠിച്ചു, വെലോസിറ്റി റേഷ്യോ പഠിച്ചു, എഫിഷ്യൻസി പഠിച്ചു, ഫൾക്രം എന്താണെന്ന് പഠിച്ചു. പിന്നെ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ മെഷീൻസ് പഠിച്ചു. എക്സാമ്പിൾസ് ഏതെല്ലാമാണ് പഠിച്ചത്? ലിവേഴ്സ് എന്താണെന്ന് പറഞ്ഞു, സ്ക്രൂ ജാക്ക് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ വീൽ ആൻഡ് ആക്സിൽ, പുള്ളീസ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇവയെല്ലാമാണ് ചില എക്സാമ്പിളുകൾ. പിന്നെ നമ്മൾ സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ സിമ്പിൾ മെഷീനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ അടുത്ത ഒരു സബ്ജക്റ്റുമായി കണ്ടുമുട്ടാം. ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.